ഹലോ എവരിവൺ. അപ്പം ഞാൻ ഇന്ന് കാണിക്കണത് ഒരു ദിവസമാണ്. എൻ്റെ ഒരു ഡേയിൽ നടക്കണ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ പല്ലേച്ച് മുഖം കഴുകി തലയൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മുറ്റത്ത് സാധാരണ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്ത് ചെടികളൊക്കെ നോക്കാൻ പോകുന്നത്. അങ്ങനെ മുറ്റത്ത് ചെടികൾ നോക്കാൻ പോയപ്പോഴാണ് കാണുന്നത് നിറച്ച് പുല്ല് ഇങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് രണ്ട് പുല്ലൊക്കെ വെച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ ചെടികളുടെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞു. എന്നിട്ട് അതുമാതിരി കുറച്ച് കരിഞ്ഞ കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, റോസാ ചെടികളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര വെയിലാണല്ലോ, അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും നനച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വിഷമം. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി വെട്ടിക്കൊടുത്ത് ഒന്നും കൂടി നനയ്ക്കാം എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വെട്ടിക്കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ ചപ്പുചവറൊക്കെ മാറ്റി അടിച്ചു വാരി ഇങ്ങനെ ഒരു തരം ഞാൻ ആഗ്രഹമൊന്ന് വാങ്ങിയതാണ് ഈ വെള്ളം നനയ്ക്കണ സംഭവം. അപ്പോൾ അതിലിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ മഴ പെയ്യണ മാതിരി അതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ്, ഷവറിൽ വെള്ളം വരുന്ന മാതിരി. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ മുടിയൊക്കെ ഉണങ്ങി. അപ്പോൾ മുടി ഉണങ്ങിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ സോപ്പ് കൂട്ടാന്ന്. മുടി നനഞ്ഞ കാരണം പണിയെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു, അലക്കാനൊക്കെ. അങ്ങനെ സോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ സോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് സോപ്പ് കൂട്ടാന്ന് വെച്ചിട്ട് ഞാൻ സോപ്പൊക്കെ കൂട്ടി. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്ന് സാമ്പാറായിരുന്നു, കറി, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നില്ല കേട്ടോ, അച്ചാർ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റ് അലക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ രസം. നമ്മുടെ 2 പൂച്ച സാറുമാരും നമ്മുടെ സ്വന്തം പൂച്ച സാറായിട്ടുള്ള മാളും വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാളെന്ന് പറയാൻ കാരണം മാളുവിന് നമുക്ക് പണ്ട് തൊട്ടേ അറിയണം, നമ്മുടെ വീട്ടിലുള്ള പൂച്ചയാണ് മാളു. ഭയങ്കര സ്നേഹമാണ്, അത്രയും സ്നേഹമാണ് നമ്മുടെ അടുത്ത്. നമ്മളിങ്ങനെ തൊട്ടുരുമി നമ്മളൊന്ന് ഒഴിഞ്ഞു കൊടുത്താൽ അത്രയും ഇഷ്ടം. നമ്മളിങ്ങനെ ഒഴിയുക, തലോടി കൊടുക്കുക, ഇതൊക്കെയാണ് ആളുടെ മെയിൻ ഹോബീസ് എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ സൈഡിൽ 2 പൂച്ച സാറുമാർ ഇങ്ങനെ കുശുമ്പ് കൂട്ടി നോക്കിയിരിക്കണത് കണ്ട. ഇവന്മാർക്ക് നമ്മൾ 2-3 മാസമായി ഇവിടെ നമ്മൾ ഭക്ഷണം കൊടുക്കണം, പക്ഷെ നമ്മളായിട്ട് തീരെ മിങ്കിൾ ചെയ്യണില്ല. നമ്മൾ അടുത്തേക്ക് പോലും വരില്ല, നമ്മൾ അടുത്തേക്ക് ചെന്ന് ഓടിപ്പോവുക. നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ നീങ്ങിപ്പോയാൽ അത് കഴിക്കുക, അല്ലാണ്ട് നമ്മളായിട്ട് തീരെ ഇണങ്ങണില്ല. പിന്നെ നമ്മൾ വിചാരിച്ച് സാരില്ല അങ്ങനെ ഇരുന്നോട്ടേന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ അലക്കി തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടി അഴയിലിടാണ്. അപ്പോൾ അഴയിലിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മുഖവും കൈയും കാലൊക്കെ ഒന്ന് കഴുകി. അവിടെ സൈഡിൽ പൈപ്പുണ്ട്, അപ്പോഴേക്കും വയർത്തു. അതുകൊണ്ടാണ് അങ്ങനെ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട്, മുഖമൊക്കെ കഴുകി നോക്കിയപ്പോൾ ഉണ്ട് സൂര്യാസ്തമയം ആവാറായി. അപ്പോൾ അത് കാണാൻ നല്ല രസമാട്ടോ, ഞങ്ങളുടെ ടെറസിൻ്റെ മേലെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും അമ്മ പറഞ്ഞു ഈ ചെടി ഒന്ന് പറിച്ച് വേറെയിലേക്ക് വെക്കണം. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയില്ല, വേഗം അത് പറിച്ചെടുത്തു. അതിൽ 2-3 കടകൾ വന്നിട്ടുണ്ട് ആ താമരച്ചെടിക്ക്, സ്നേക്ക് പ്ലാന്റിൻ്റെ എന്തോ താമരച്ചെടി പോലെയുള്ളത്, അതിന് 2-3 കടകൾ. അപ്പോൾ ഒരു കട എടുത്തിട്ട് ഞാൻ ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടു. ഒരു കട മാത്രമേ പറിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അല്ലറ ചില്ലറ പരിപാടികളെന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ്